യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരിയേറെ സ്നേഹത്തോടെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. അതാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസത്തോടെ നമ്മൾ വചനം ശ്രവിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും. നമുക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ആർക്കും ഒരു പരാജയം ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ ഞെരുക്കങ്ങളിലൂടെ വേദനകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. പക്ഷേ കർത്താവ് ഉപേക്ഷിക്കത്തില്ല. ആ വലിയ വിശ്വാസത്തോടെ നമുക്ക് കരമുന്നി എത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. യേശുവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. കർത്താവേ ആത്മാവിനാൽ നിറയ്ക്കണമേ, വചനത്തിൻ്റെ അഭിഷേകം നിറയണമേ, വിശുദ്ധി കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളിൽ ആവസിക്കണമേ. ഞങ്ങളിലുള്ള എല്ലാവിധ അശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. നമ്മൾ ജീവിച്ച് കടന്നു പോകുന്ന ഈ നാളുകൾ ലോകം മുഴുവന് വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് ഒത്തിരിയേറെ വളരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെയേറെ സൗകര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെ എത്രമാത്രം മാറ്റി നിർത്താമോ ദൈവത്തെ ഒഴിവാക്കാൻ സാധിക്കുന്നിടത്ത് ദൈവത്തെ ഒഴിവാക്കുന്ന ഒരു ജീവിത രീതി. ലോകത്തിൻ്റെ സുഖങ്ങളും പാപത്തിൻ്റെ സുഖങ്ങളും തേടുവാനുള്ള വലിയ ആഗ്രഹത്തിലാണ് ഇന്നത്തെ ഈ സമൂഹം, പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ. അതുമാത്രമല്ല, കുടുംബജീവിതം നയിക്കുന്ന എത്രയോ പേരാണ് തെറ്റായ ജീവിത വഴികളിൽ ജീവിക്കുന്നവർ. ദൈവത്തെ മറന്നുകൊണ്ട്, ജീവിത പങ്കാളിയെ മറന്നുകൊണ്ട് അവിശ്വസ്തത നിറഞ്ഞ ബന്ധങ്ങളിലൂടെ ജീവിച്ചു കടന്നു പോകുന്നവർ. വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്നവരുടെ മേലാണ് എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്നത്. ആ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ അവിശ്വസ്തതയിൽ ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ആ മേഖലകളിൽ തിരുത്തൽ വരുത്തുവാൻ, പാപകരമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ അത് നിങ്ങളുടെ വലിയ തകർച്ചയ്ക്ക്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ, മക്കളുടെ, വരാനിരിക്കുന്ന തലമുറകളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും. വിശുദ്ധ ബൈബിളിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു സംഭവമുണ്ട്. ദാനിയേൽ 13:2. അവൾ അതീവ സുന്ദരിയും ദൈവഭക്തയുമായിരുന്നു. സൂസന്നയുടെ പ്രത്യേകതയാണ്, അവൾ അതീവ സുന്ദരിയായിരുന്നു. അതുമാത്രമല്ല, അവൾ ദൈവഭക്തയായിരുന്നു. ഈ ദൈവഭക്തയായ സ്ത്രീയാണ് യോവാഖീം എന്ന നല്ല മനുഷ്യൻ വിവാഹം കഴിച്ചത്.
ഇവിടെ സൂസന്നായുടെ പ്രത്യേകത നമ്മൾ കണ്ടു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സുന്ദരിയായിരുന്നു. അവിടെ സൗന്ദര്യം, അതിൽ തന്നെ ഒരു തെറ്റല്ല. സൗന്ദര്യം നമുക്ക് ദൈവം തരുന്നുണ്ട്. അപ്പം സൗന്ദര്യത്തെ നമ്മൾ അത് തെറ്റായിട്ട് കരുതേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവൾ ദൈവഭക്തയായിരുന്നു. അവൾ സൗന്ദര്യമുള്ള അനേകർ സൗന്ദര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അല്ലെ, സ്വന്തം ജഡത്തിൻ്റെ സൗന്ദര്യം പാപസുഖങ്ങൾക്ക് വേണ്ടി ദുർവിനിയോഗം ചെയ്യുക. ദൈവത്തെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും ദൈവീക പ്രമാണങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് പാപസുഖങ്ങൾക്ക് വേണ്ടി തൻ്റെ സൗന്ദര്യമുള്ള ശരീരത്തെ ഉപയോഗിക്കുന്നു. അത് ഗൗരവമേറിയ പാപമായിട്ട് അതിനെയാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ആണ് ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അത് നമ്മുടെ ഈ ശരീരം, നമ്മുടെ സൗന്ദര്യമുള്ള ഈ ശരീരം, അല്ലെ ബലഹീനതകളുള്ള ഈ ശരീരം, ഈ ശരീരത്തിൽ ദൈവം വസിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ഹല്ലേലൂയ. സൂസന്ന സുന്ദരിയായിരുന്നു, ദൈവഭക്തിയായിരുന്നു. അതുമാത്രമല്ല, ആ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണാം അവൾ കുടുംബ ജീവിതത്തിൽ വലിയ വിശ്വസ്തതയുള്ളവളായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ കുടുംബജീവിതത്തിൻ്റെ വിശ്വസ്തത നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുമുണ്ട്. ഇത് വലിയ അപകടകരമായ ഒരു യാത്രയാണ്. കുടുംബജീവിതത്തിൻ്റെ പവിത്രതയും മാന്യതയും നഷ്ടമാക്കുക. ഹെബ്രായ ലേഖനം 13:4 പറയുന്നു, നിങ്ങളുടെ മണിയറ നിങ്ങൾ അശുദ്ധമാക്കരുത്. നിങ്ങളുടെ ഭവനത്തിൽ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ജീവിതത്തിൻ്റെതായ ആ സൗകര്യങ്ങൾ, അല്ലെ നിങ്ങളുടെ ഭവനത്തിലെ പരിശുദ്ധമായിരിക്കേണ്ട മുറി, അത് പാപം ചെയ്ത് അശുദ്ധമാക്കരുതെന്ന് വചനത്തിലൂടെ ദൈവമായ കർത്താവ് ശക്തമായിട്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. കുടുംബ ജീവിതത്തിൽ അവിശ്വസ്തത ചെയ്യുന്നവർ ഓർത്തുകൊള്ളുക, അത് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും. വെറും തകർച്ചയല്ല, കുടുംബത്തിൻ്റെ ആകമാനമുള്ള തകർച്ചയ്ക്ക് അത് കാരണമായിട്ട് മാറും. അവിടെ കുടുംബത്തിന് നാഥനോ നാഥയോ ആര് തെറ്റിൽ ജീവിച്ചാലും അതിൻ്റെ തകർച്ച ആകമാനം കുടുംബങ്ങളെ ബാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സൂസന്നായെ പാപത്തിന് പ്രേരിപ്പിക്കുന്ന രണ്ട് വ്യക്തികളെ നമ്മൾ കാണുകയാണ്. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, കർത്താവ് അരുളിച്ചെയ്യുന്നു, അക്കൊല്ലം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് 2 ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായിട്ട് നിയമിക്കപ്പെട്ടു. ജനത്തിൻ്റെ ഇടയിലെ 2 ശ്രേഷ്ഠന്മാർ, അവരെ ന്യായാധിപന്മാരായിട്ട് ജനത്തിനു വേണ്ടി തിരഞ്ഞെടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അവർ ശ്രേഷ്ഠന്മാരാണ്, ന്യായാധിപന്മാരുമാണ്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ മുഴുവൻ കാപട്യമായിരുന്നു. ആസക്തി നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമകളായിരുന്നു ആ 2 ന്യായാധിപന്മാർ, സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. നമുക്കിന്ന് കാണാം, നമ്മുടെ സമൂഹത്തിൽ ശ്രേഷ്ഠ സ്ഥാനമുള്ളവർ വ്യഭിചാരത്തിനും രഹസ്യപാപങ്ങൾക്കും ആസക്തികൾക്കും അടിമകളായിട്ടുള്ളവരുണ്ട്. എത്രയോ ഉന്നതന്മാരായിട്ടുള്ളവരുടെ രഹസ്യ ജീവിതം വളരെ മോശമായിട്ടുള്ളത് തന്നെയാണ്. ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന എത്രയോ പേര് അവിശ്വസ്തതയിൽ ജീവിക്കുന്നു. ഇവിടെ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരായ 2 പേരെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ആധ്യാത്മികതയുടെ മുഖം മൂടിയുള്ള 2 വ്യക്തികൾ ശ്രേഷ്ഠ സ്ഥാനത്തെത്തിച്ചേർന്നു. അവർ ശ്രേഷ്ഠ സ്ഥാനത്താണെങ്കിലും അവരുടെ ഉള്ളിൽ വസിക്കുന്ന ആസക്തികളുടെ ദുരാത്മാവ് അവരെ വിട്ടുപോയിരുന്നില്ല. അവർ രഹസ്യ പാപങ്ങൾക്കും ആസക്തികൾക്കും അടിമകളായിരുന്നു. അതേക്കുറിച്ച് വ്യക്തമായിട്ട് ഈ 13-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പൊ ഈ യോവാക്കീം സമ്പന്നനായിരുന്നു. യോവാക്കീമിന് സ്വന്തമായിട്ടൊരു ഉദ്യാനമുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ യോവാക്കീമിൻ്റെ ഭാര്യ സൂസന്ന ആ ഉദ്യാനത്തിലൂടെയൊക്കെ ഇറങ്ങി നടക്കും. കൂടെ തോഴിമാരൊക്കെ ഉണ്ടാവും. അവിടെ ധ്യാനത്തോട് ചേർന്ന് തന്നെ കുളിക്കാനായിട്ട് കുളിക്കടവൊക്കെ ഉണ്ട്. അത് ധാരാളം ആളുകൾ ഈ യോവാക്കീമിനെ വിട്ടുവരും. ഈ ശ്രേഷ്ഠന്മാർ അവിടെ വരും. പലതിനും അവിടെ വെച്ചാണ് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. അവിടെ സമൂഹത്തിൽ ഉന്നതമായൊരു കുടുംബമായിരുന്നു. ഈ ശ്രേഷ്ഠന്മാര് സൂസന്നയിൽ നോട്ടമിട്ടു. അവൾ സുന്ദരിയായിരുന്നു. സുന്ദരിയായ സൂസന്നയിൽ അഭിലാഷം പൂണ്ട ഈ ന്യായാധിപന്മാർ കാണിക്കുന്ന അനീതിയാണ് നമ്മളിവിടെ വചനത്തിൽ വായിക്കുന്നത്. കാപട്യത്തിൻ്റെയും അശുദ്ധിയുടെയും തിന്മയുടെയും ഒക്കെ നിറവുള്ള മനുഷ്യർ, അശുദ്ധിയുടെ നിറഞ്ഞ മനുഷ്യർ, തിന്മ നിറഞ്ഞ മനുഷ്യർ, ഹൃദയത്തിൽ ആസക്തി നിറഞ്ഞ മനുഷ്യർ, ജഡികാഭിലാഷങ്ങളാൽ നയിക്കപ്പെടുന്ന ന്യായാധിപന്മാർ, ജഡത്തിൻ്റെ ആസക്തികളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ശ്രേഷ്ഠന്മാർ, ഇത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഉന്നതങ്ങളിലുള്ളവർ പൊയ്മുഖം അണിഞ്ഞുകൊണ്ട് പാപത്തിൻ്റെ മ്ലേച്ഛതകളിൽ, രഹസ്യപാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ചില സംഭവങ്ങളിലൂടെ ഒക്കെ നമ്മൾ പത്രവാർത്തകളിലും മാധ്യമങ്ങളിലൂടെ മീഡിയയുടെയൊക്കെ നമ്മളിത് കാണാറുമൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഒരു ദിവസം ഈ രണ്ട് ശ്രേഷ്ഠന്മാര് അവര് ഇവളിൽ അഭിലാഷം പൂണ്ട് ഈ ഉദ്യാനത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അവളെ പ്രാപിക്കാനുള്ള ആസക്തി വെളിപ്പെടുത്തി അവര് ലജ്ജിതരായിട്ട് തിരികെ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടി ഉദ്യാനത്തിൽ വെച്ച്. ഭക്ഷണ സമയമായി നമുക്ക് വീട്ടിലേക്ക് പോകാം. പുറത്തിറങ്ങി അവർ രണ്ട് വഴിക്ക് പോയി. എന്നാൽ മടങ്ങി വന്ന് അവർ വീണ്ടും കണ്ടുമുട്ടി. ഇരുവരും കാരണം പറയാൻ നിർബന്ധിതരായി. അവർ തങ്ങളുടെ അഭിലാഷം പരസ്പരം വെളിപ്പെടുത്തി അവളെ തനിച്ച് കണ്ടുമുട്ടാവുന്ന ഒരു സമയം ഇവർ ക്ലിപ്തപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ ഉദ്യാനത്തിൽ അവര് പാത്തിരുന്നു. സൂസന്നെ കടന്നു പിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സൂസന്ന പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനം ഇവിടെയുണ്ട്. ഇതിനോട് തന്നെ സാമ്യമുള്ളൊരു വചനമാണ് പൂർവ്വ യോസഫ് ഉൽപ്പത്തി 39:9 പറയുന്നത്. എൻ്റെ ദൈവത്തിനെതിരെ ഞാൻ അങ്ങനെ പാപം ചെയ്ത് അവിടുത്തെ വേദനിപ്പിക്കും. പൂർവ്വ യോസഫ് പറഞ്ഞു, നീതിമാനായിരുന്ന പൂർവ്വ യോസഫും സഹിക്കേണ്ടി വന്നു. നിരപരാധി ആയിരുന്നിട്ടും ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇവിടെ അതേ ഒരു അവസ്ഥ സൂസന്നായിക്കും സംഭവിക്കേണ്ടതാ. അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവൾ പറയുക, സൂസന്ന നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ദാനിയേൽ 13:22-23, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു. ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ്. സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഞാൻ പാപത്തിന് വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയില്ല. കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽ പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുകയില്ല. എൻ്റെ കർത്താവിനെ ഞാൻ വേദനിപ്പിക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ അഭിലാഷ പൂർത്തീകരണത്തിന് എൻ്റെ ശരീരത്തെ ഞാൻ വിട്ടുതരത്തില്ല. പാപത്തിന് ഞാൻ കീഴടങ്ങത്തില്ല. ശക്തമായ നിലപാട് ഇവിടെ സൂസന്ന പറയുക. ഞാൻ പാപം ചെയ്യത്തില്ല. നിങ്ങളുടെ കയ്യിൽപ്പെട്ട് വധിക്കപ്പെടേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യത്തില്ല. സൂസന്നയെ കീഴ്പ്പെടുത്താൻ അവർ ശ്രമിച്ചു. സൂസന്ന ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ ഇതാ ഭർത്താവായ യോവാക്കീമും വീട്ടുജോലിക്കാരും എല്ലാവരും ഓടി വന്നു. ഓടി വന്നപ്പോൾ ഈ ശ്രേഷ്ഠന്മാര് അവർ പറയാണ്, ഞങ്ങൾ ഈ ഉദ്യാനത്തിൽ
വന്നപ്പോൾ സൂസന്ന മറ്റൊരു യുവാവുമൊത്ത് പാപം ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. യോവാക്കീമിന് ഒരുപക്ഷെ ഇത് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവിടെയുള്ള ജോലിക്കാർ ഒരിക്കലും സൂസന്നയെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇവര് തറപ്പിച്ചു പറയുകയാണ്, സൂസന്നായെ ഞങ്ങൾ ഒരു യുവാവിനോടൊപ്പം കണ്ടു, ഞങ്ങൾ ഓടി വന്നപ്പോൾ യുവാവ് ഓടി രക്ഷപ്പെട്ടു വന്നു. നോക്കൂ, വലിയ ഒരു ചതിവിലേക്ക് ഇവളെ പെടുത്താനായിട്ടുള്ള ശ്രമം ഇവർ നടത്തുകയാണ്. ദാനിയേൽ 13:35 പറയുന്നു, സൂസന്ന കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയമർപ്പിച്ചു. ഹല്ലേലൂയാ. സൂസന്ന സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. കാരണം ചുറ്റിനുമുള്ളവര് ആരോപണ വിധേയമാക്കിക്കൊണ്ട് തന്നെ മരണത്തിലേക്ക് നയിക്കാനായിട്ട് പോകുകയാണ്. പക്ഷേ അവൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിലവിളിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചുവെന്നാ വചനം പറയുന്നത്. ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളില്, തിരിച്ചടികളില്, പരാജയങ്ങളില്, തോൽവികളില് മറ്റുള്ളവർ നമ്മളെ എല്ലാ മേഖലകളിലും ജയിക്കുമ്പോൾ നമ്മൾ അവരെ തകർക്കാൻ, നേരിടാൻ ലോകത്തിൻ്റെ രീതിയിൽ അല്ലെ ശാരീരിക ശക്തിയിൽ ശ്രമിക്കാതെ നമ്മൾ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തുക, ദൈവത്തിൽ ആശ്രയിക്കുക, നിലവിളിക്കുക. നിലവിളിച്ചാൽ ഉത്തരം തരുന്നവനാണ് നമ്മുടെ ദൈവം. സുവിശേഷത്തെ നമ്മൾ കാണുന്നില്ലേ? ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് അന്ധയാചകൻ വിളിച്ചപ്പോൾ യേശു അവിടെ നിന്നിട്ട് പറയുക, അവനെ വിളിക്കുക. യേശു അന്ധന്റെ കണ്ണുകൾ തുറക്കുകയാണ്. നിലവിളിക്കുത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ ദൈവം അവിടുന്ന് കണ്ണടച്ചിരിക്കുകയല്ല. നിന്റെ കണ്ണുനീരും നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും എല്ലാ ഭാരങ്ങളും അവിടുത്തേക്കറിയാം. നീ ഏതൊക്കെ വിധത്തിൽ ഞെരുക്കപ്പെടുന്നുണ്ടെന്നറിയാം, ഏതൊക്കെ വിധത്തിൽ ചതിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാം. എല്ലാം അറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. സൂസന്ന ചെയ്തതെന്താ? കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിൽ ആശ്രയിച്ചു. അവൾ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണം. ഞാനിതാ ചതിവിന് പെട്ടിരിക്കുകയാ, ഞാൻ തെറ്റു ചെയ്തിട്ടില്ല. അവൾ ദൈവഭക്തിയാണ്, അവൾ നിഷ്കളങ്കയാണ്, അവൾ ഒരു അവിശ്വസ്തതയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ നിലവിളി സ്വർഗത്തിലെത്തിയത്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 42-43 വചനങ്ങൾ. അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവയെ അറിയുന്നവനെ, എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ, എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് അവയെക്കുറിച്ച് അറിയാവുന്നവൻ നമ്മുടെ ദൈവം മാത്രമാണ്. ഇവൻ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. കർത്താവേ, ഇത് കള്ളസാക്ഷ്യമാണെന്ന് അങ്ങേക്കറിയാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങേക്കതറിയാം. ഞാനിതാ മരിക്കാൻ പോകുന്നു, എങ്കിലും എനിക്കെതിരെ ഇടയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ ശ്രേഷ്ഠന്മാര് എനിക്കെതിരെ ആരോപിച്ച ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ദൈവമേ, അവിടെ ഉച്ചത്തിൽ നിലവിളിക്കുക, അത്യുച്ചത്തിൽ. കണ്ടോ വചനം പറയാം, അത്യുച്ചത്തിൽ അവൾ നിലവിളിക്കുകയാണ്. ആ നിലവിളി നീതിമാനായ ദൈവത്തിൻ്റെ മുൻപിലെത്തി. ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി നീതി നടത്തി തരുന്നവൻ തന്നെയാണ്. ഉറപ്പാ, നിസ്സഹായന്, ദരിദ്രന്, പീഡിതന് അവൻ നീതി നടത്തിത്തരും. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നീതി നടത്തി തരുന്നവൻ തന്നെയാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇവള് അത്യുച്ചത്തിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത വചനം പറയുന്നു, ദാനിയേൽ 13:45-46.
കർത്താവ് അവളുടെ നിലവിളി കേട്ടു. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്നു പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഹല്ലേലൂയ. ദാനിയേൽ എന്ന പരിശുദ്ധമായ ആത്മാവുള്ള ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഉണർത്തി. ദാനിയേൽ എന്ന യുവാവ് പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. പരിശുദ്ധമായ മനസ്സിൻ്റെ, പരിശുദ്ധമായ ശരീരത്തിൻ്റെ ഉടമയായിരുന്നു. ദാനിയേലിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുവാൻ തുടങ്ങി. ദാനിയേലിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. ദാനിയേലിനെ ദൈവത്തിൻ്റെ ആത്മാവ് ഉണർത്തി. ദാനിയേൽ വിളിച്ചു പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. സത്യമറിയാതെ ഇവളെ കൊല്ലുവാനായിട്ടോ ഉപദ്രവിക്കാനായിട്ടോ പാടില്ല. ദാനിയേൽ പറയുക, പ്രിയപ്പെട്ടവരെ, ജനം കൂടിയവിടെ, പ്രിയപ്പെട്ടവരെ, വിചാരണ ചെയ്യാതെ ഇവളെ ഒരിക്കലും ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഈ ശ്രേഷ്ഠന്മാരെ വിചാരണ ചെയ്യണം. ജനങ്ങളും പറഞ്ഞു, ശ്രേഷ്ഠന്മാരെ വിചാരണ ചെയ്യണം. എല്ലാവരും ഒത്തൊരുമിച്ചു. അവിടെ ദാനിയേലിനെ പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത ജ്ഞാനത്തോടെ ദാനിയേൽ ഇപ്രകാരം ചെയ്യുക. ഒരു ശ്രേഷ്ഠനെ മാറ്റി നിർത്തി. എന്നിട്ട് ചോദിച്ചു, എവിടെ വെച്ചാണ് സൂസന്നയും യുവാവും കൂടി പാപം ചെയ്യുന്നത്, ആലിംഗനബദ്ധരായി നിൽക്കുന്നത് കണ്ടത്? ഒരു ശ്രേഷ്ഠൻ പറഞ്ഞു, കരയാമ്പൂ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ഞാനത് കണ്ടത്. ദാനിയേൽ പറയുക, ഈ പാപം നിന്റെ തലയെ പിളർക്കും. അതിനുശേഷം മറ്റേ ശ്രേഷ്ഠനെ വിളിച്ചു, ചോദിച്ചു, എവിടെ വെച്ചാണ് സൂസന്നായും യുവാവും ആലിംഗനബദ്ധരായി നിൽക്കുന്നത് നീ കണ്ടുവെന്ന് പറഞ്ഞത്? ആദ്യത്തെ ആൾ പറഞ്ഞത് കരയാമ്പൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ പറയുക, കരുവേലക വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. ഉടനെ ദാനിയേൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതനിതാ നിന്റെ തല പിളർക്കുവാനായിട്ട് വരുന്നു, ഈ പാപം നിന്റെ മേൽ പതിക്കും. ദാനിയേൽ വിളിച്ചു പറഞ്ഞു ആ ജനക്കൂട്ടത്തോട്, രണ്ടുപേരും പറഞ്ഞത് കേട്ടില്ലേ? അവിടെ സത്യം വെളിച്ചത്ത് വന്നു. നീതിമാനായ ദൈവം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ ദാനിയേലിലൂടെ അവിടെ പ്രവർത്തിക്കുകയാണ്. ജനക്കൂട്ടം അവരെ കല്ലെറിഞ്ഞ് വധിക്കുകയാണ്. ഈ ശ്രേഷ്ഠന്മാര് തിന്മ ചെയ്തു, പാപം ചെയ്തു, ആസക്തികൾക്ക് അടിമകളായിട്ട് മാറുകയായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ അത്ഭുതകരമായിട്ട് സൂസന്നായെ കർത്താവ് രക്ഷിക്കുകയാണ്. ഈ സൂസന്ന ദൈവഭക്തിയായിരുന്നു. അവൾ ജീവിത വിശുദ്ധിയുള്ളവളായിരുന്നു. അവൾ ഭർത്താവിനോട് വിശ്വസ്തതയുള്ളവളായിരുന്നു. അവൾ ദൈവത്തെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നവളാണ്, പ്രാർത്ഥിക്കുന്നവളായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ നിലവിളിക്ക് ഉടൻ ദൈവത്തിൻ്റെ മറുപടി ഉണ്ടാകുന്നത്. ദാനിയേലിലൂടെ സൂസന്നായെ കർത്താവ് രക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചനഭാഗത്ത് നമുക്ക് വലിയ ഒരു പാഠം പഠിക്കുവാനുണ്ട്. വിശുദ്ധിയുടെ വില, കുടുംബജീവിതത്തിലെ വിശ്വസ്തതയുടെ വില നമ്മൾ മനസ്സിലാക്കണം. അവിശ്വസ്തതയിൽ ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ പിന്തിരിയണം. തെറ്റായ ബന്ധങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. നിങ്ങളുടെ തലമുറകളെ ഓർത്ത് ജഡിക പാപത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ മടങ്ങി വരണം, അനുദപിക്കണം, കർത്താവിലേക്ക് തിരിച്ചു വരിക. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 13:63 ഇപ്രകാരം പറയുന്നു, ഹിൽക്കിയായും ഭാര്യയും തങ്ങളുടെ മകളായ സൂസന്നെ പ്രതി ദൈവത്തെ സ്തുതിച്ചു. തൻ്റെ മകളെ തിരിച്ചു കിട്ടുകയിൽ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. അവളുടെ ഭർത്താവായ യോവാക്കീമും ബന്ധുക്കളെല്ലാവരും അങ്ങനെ തന്നെ അവർ ദൈവത്തെ സ്തുതിച്ചു.
എന്തെന്നാൽ ലജ്ജാകരമായിട്ടുള്ള യാതൊന്നും അവളിൽ ഇല്ലായിരുന്നു. ദാനിയേലും ദൈവത്തെ സ്തുതിച്ചു. അവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് നമുക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീര് തുടയ്ക്കുന്ന, കണ്ണുനീരിന് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിലവിളിക്ക് കർത്താവ് ഉത്തരം നൽകും. ഒരിക്കലും തള്ളിക്കളയാത്തവൻ, ഒരിക്കലും അവഗണിക്കാത്തവൻ, നിന്റെ സഹനങ്ങളിൽ, വേദനകളിൽ, പരാജയങ്ങളിൽ, കടബാധ്യതകളിൽ, തോൽവികളിൽ നിന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ഉറപ്പാണ്. നിന്റെ നിലവിളിക്ക് കർത്താവ് മറുപടി നൽകും. നമുക്കെല്ലാവർക്കും കരങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തി നിലവിളിച്ചു പ്രാർത്ഥിക്കാം. കർത്താവെ സഹായിക്കണമെന്ന്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ദാവീദിന്റെ പുത്ര, എല്ലാ തകർച്ചകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, ജപ്തി നടപടിയിൽ നിന്ന്, തോൽവിയിൽ നിന്ന്, ജരിക്കുന്ന പീഡകളിൽ നിന്ന്, സഹനങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കണമേ. യേശുവേ ഞങ്ങൾ നിലവിളിക്കുന്നു. ദാവീദിന്റെ പുത്ര, ഞങ്ങൾക്ക് മറുപടി നൽകണമേ. ഹല്ലേലൂയ. ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗം തുറക്കണമേ. പിതാവേ, സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിന് ഇന്ന് ഇപ്പോൾ ഒരു മറുപടി തന്നനുഗ്രഹിക്കണമേ. യേശുവേ അങ്ങയുടെ കരമൊന്ന് നീട്ടണമേ. പിതാവേ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തീരാ രോഗികൾ സൗഖ്യമാവട്ടെ, കടബാധ്യതകൾ മാറിപ്പോവട്ടെ, തകർച്ചകൾ വിട്ടുമാറട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യക്തികളിലും കുടുംബങ്ങളിലും സംഭവിക്കട്ടെ. തീരാ വ്യാധികൾ വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ കുടുംബങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ജീവിതം മുഴുവൻ വിശുദ്ധിയിലും വിശ്വസ്തതയും ജീവിക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. യുവതിവാക്കന്മാർക്ക് വിശുദ്ധി സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവേ കൃപ നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.